ഹലോ ഗായ്സ്, അപ്പോൾ ഇതിനും വലിയ ഇൻട്രോ ഒന്നുമില്ല. കാരണം ആസ് യൂഷ്വൽ 2 മണിക്കെടുത്ത വീഡിയോ ആണ്. ഇൻട്രോയ്ക്കുള്ള സമയമൊന്നുമില്ല. എന്തായാലും ഇന്ന് കുറച്ച് പേജ് ഫില്ലിംഗ് ഐഡിയാസ് നോക്കാം. ബേസിക്കലി പറയാനാണെങ്കിൽ കയ്യിൽ ഇഷ്ടംപോലെ നോട്ട്ബുക്സ് ഉണ്ട്. ഈ നോട്ട്ബുക്സ് ഒന്നും ഫില്ല് ചെയ്തിട്ടുമില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ നോട്ട്ബുക്സ് ഉണ്ട്, അതിലൊന്നും എഴുതിയിട്ടില്ല എന്ന്. ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ബുക്കാണ്. ഇതൊക്കെ ഞാൻ റെസിപ്പി ബുക്ക് ആക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എല്ലാം ഒരു പേജ് എഴുതി പിന്നെ അങ്ങോട്ട് ഒന്നും എഴുതിയില്ല. ആ രീതിയിലൊക്കെ ആയിരുന്നു എല്ലാ ബുക്കും ഉണ്ടായിരുന്നത്. ഇതൊക്കെ എൻ്റെ കോഴ്സിന് വേണ്ടിയിട്ട് ഞാൻ നോട്ട്സ് എഴുതിയതാണ്. ബാക്കിയുള്ള പേജൊക്കെ ഫുൾ ഇതായിരുന്നു. ഇതേപോലെ തന്നെ കുറേ പോക്കറ്റ് നോട്ട്ബുക്സ് ഉണ്ട്. അപ്പോൾ ഇതിലും ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് പേജ് ഫില്ലിംഗ് ഐഡിയാസ് നോക്കിയാലോ എന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമുക്ക് പർപ്പിൾ നിന്ന് അയച്ചു തന്നിട്ടുള്ള ഈ ബുക്ക് എന്നാണ്. ഈ ബുക്ക് ഓൾറെഡി ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള പേജസും നല്ല നല്ല സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ഒരു റെഡ് ബുക്ക് ഉണ്ടല്ലോ, ഈ ഒരു റെഡ് ബുക്ക് ഞാൻ +1 പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്ത നോട്ട്ബുക്കാണ്. അപ്പോൾ ഇതിലും ഞാൻ കുറേ ഇതേപോലെ ജേർണലിംഗ് എന്ന് പറയാൻ പറ്റില്ല, കുറേ കുത്തിയൊക്കെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എടുത്ത് നോക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ കുറേ ലിറിക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിൽ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കോട്ട്സും കുറേ വരച്ചിട്ടും അതേപോലെയൊക്കെ ആയിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് അമ്മയുടെ സ്കൂളിൽ പപ്പട്രിയുടെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു സാറ് വന്ന സമയത്ത് കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, പ്രീതി കൊള്ളാച്ച എന്നായിരുന്നു പേര്. ഹൈദരാബാദിൽ തിയേറ്ററിൽ ആക്ടിങ് അങ്ങനെ എന്തോ സംഭവമായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ എന്നെ വരച്ചതാണ്. അതായത് ഞാനൊരു ടേബിളിൽ കൈയും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ നോട്ട്ബുക്കിലൊന്ന് വരച്ചായിരുന്നു ഈ പിക്ചർ. പിന്നെ ചേച്ചി പണ്ടേ ഭയങ്കര കലാകാരി ആയതുകൊണ്ട് യൂട്യൂബിൽ ട്യൂട്ടോറിയൽ നോക്കിയിട്ട് റിയലിസ്റ്റിക് ഐ ഡ്രോയിങ് എന്നൊക്കെ പറഞ്ഞ് വരച്ച് നോക്കിയതാണ്. അപ്പോൾ അതെന്തായാലും അങ്ങനെ കുറേ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പേജ് മറിച്ച് വരുന്ന സമയത്ത് ആരെങ്കിലും എന്തിനാ ഇങ്ങനെ നോക്കുന്നത് എന്ന് പറഞ്ഞ പോലത്തെ ഒരു പേജായിരുന്നു. പിന്നെ പണ്ട് പോലെ വീട്ടിലൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു, ബെന്ന. അപ്പോൾ ബെന്ന കുറച്ചു കാലം മുമ്പ് മരിച്ചു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാനും ഇത് ബെന്നയാണെന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞ് നടക്കാറുള്ളത്. പിന്നെ കുറേ സിമ്പിളായിട്ടുള്ള ഡൂഡ്ലിങ്ങും അതും ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ പറയാനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഗിറ്റാറും ഉണ്ട്, യൂക്കുലേലി ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രിങ്സിൻ്റെ അതും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എന്തിനു വരച്ചാന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഈ ബ്ലൂ കളറൊക്കെ ത്രെഡാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു. ബാക്കിയുള്ള പേജസൊക്കെ അതേപോലെ കിടക്കുന്നുണ്ട്. +1 ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 6 വർഷം ആവാറായി. എന്നിട്ടും വലിയ അനക്കമൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഈ പുതിയ നോട്ട്ബുക്കിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു ഐഡിയ ആണ്. ഈ മീ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത് ഞാൻ എൻ്റെ പഴയൊരു മാഗസീനിൽ ഒരു എമ്മും മീയും കട്ട് ചെയ്ത് ഒട്ടിച്ചതാണ്. ബാക്കിയുള്ളതൊക്കെ സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ പേജ് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ പേജ് എന്ന് പറയുന്നത് ഒരു എബൌട്ട് മീ പേജാണ്. പേഴ്സണലി പറയാനാണെങ്കിൽ നമ്മൾ ബുക്ക് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണ പോലെയൊക്കെ ഞാൻ ചില സമയത്ത് ചെയ്യാറുണ്ട്. അതെന്തിനാണ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ എന്നാലും എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അങ്ങനെ വല്ല ജേർണലിങ് എവിടെന്നെങ്കിലും കോപ്പി അടിച്ച് ചെയ്യാതെ നമ്മുടെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇൻപുട്ട് കൊടുക്കുക. അതായത് ഡിസൈനും കാര്യങ്ങളൊന്നും അല്ല, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എബൌട്ട് മീ പേജിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ, പിന്നെ നമുക്ക് എന്തൊക്കെ ഇഷ്ടമാണ് എന്തൊക്കെ ഇഷ്ടമല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെന്ന് പറയാനാണെങ്കിൽ ഞാൻ തിങ്സ് ഐ ലൈക്ക്, പിന്നെ ഫേവറേറ്റ് സോങ്സ്, ഫേവറേറ്റ് TV ഷോസ്, ഫേവറേറ്റ് കളർ, പിന്നെ ഡിസ്ലൈക്സ്, ഇത്രയും കാര്യങ്ങളാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പേഴ്സൺ കണ്ടിട്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. നമുക്ക് തന്നെ നമ്മളെപ്പറ്റി എഴുതുമ്പോൾ കുറച്ചുകൂടെ ഒരു രസം ഉണ്ടാകും. നമുക്ക് എങ്ങനെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, പക്ഷെ എന്നാലും അത് നല്ല രസമുള്ള സംഭവമാണ്. ഓരോന്നിൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഇൻസ്പോസ് കൊടുത്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസസ് ടു വിസിറ്റ്. അതായത് ഇതിപ്പോൾ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഒരു പ്ലേസ് ഉണ്ടാവും. അതായത് ഇന്ന സ്ഥലത്ത് എനിക്ക് പോയേ പറ്റൂ, ലൈഫിൽ ഒരിക്കലെങ്കിലും നമുക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞിട്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അത് സൗത്ത് കൊറിയ അല്ലെങ്കിൽ പാരീസ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്കും അതൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും അങ്ങനത്തെ പ്ലേസസ് ഒക്കെ നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഒരു ബക്കറ്റ് ലിസ്റ്റ് പോലെ ഇവിടെ പോകണം അവിടെ പോകണം എന്നുള്ളതൊക്കെ എഴുതി വയ്ക്കുക. പിന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഡിസൈൻ ചെയ്യാനായിട്ട് സ്റ്റിക്കറൊന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതേപോലെ കൈകൊണ്ട് വരച്ചെടുത്ത് കഴിഞ്ഞാലും നല്ലതൊക്കെ ആയിരിക്കും. അപ്പോൾ ലൈഫിൽ എപ്പോഴെങ്കിലും അവിടെയൊക്കെ പോയി നമ്മളൊന്ന് തിരിഞ്ഞ് ഈ ബുക്കിലോട്ട് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ എഴുതിയിരുന്നു, ഇവിടെയൊക്കെ ഞാൻ പോയി എന്ന് പറയുമ്പോൾ ഒരു മനസ്സുഖമാണല്ലോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നെക്സ്റ്റ് നമുക്കൊരു ഫ്യൂച്ചർ മീ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, അതായത് ഭാവിയിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഭാവിയിൽ ഞാൻ അങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ആലോചിക്കുമല്ലോ. അങ്ങനെയുള്ള ഫ്യൂച്ചർ സെൽഫ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എഴുതി വെക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതേപോലത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ എന്നോട് കുറച്ചുകൂടെ റെസണേറ്റ് ചെയ്യണം, അതായത് ഭാവിയിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന പോലത്തെ കുറച്ച് പിക്ചേഴ്സൊക്കെ ഞാൻ തപ്പിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് എടുത്തതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ ഇത് രണ്ടെണ്ണം ഒട്ടിച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ പേഴ്സണാലിറ്റീസ് ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ ഫ്യൂച്ചർ സെൽഫിൽ എങ്ങനെ ആയിരിക്കണം, കോൺഫിഡൻ്റ് ആയിരിക്കണം, കെയറിങ് ആയിരിക്കണം, നോളജബിൾ ആയിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിൽ എന്താണ് എവിടെയാണ് എന്നുള്ളത് എഴുതുന്നതാണ്. പലർക്കും പല രീതിയിലായിരിക്കും. നമുക്ക് വേണമെങ്കിൽ നമ്മൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് വേണമെങ്കിൽ എഴുതാൻ പറ്റും. അതായത് ഇപ്പോൾ ഐ എം ലിവിങ് ഇൻ എ ബിഗ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കാൻ പറ്റും. ഐ ഓൺ എ കാർ എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കാം. ഇതൊക്കെയാണ് വേറെ കുറച്ച് ഐഡിയാസ്. നെക്സ്റ്റ് വൺ പോസിറ്റിവിറ്റി പേജ്. അതായത് ലൈഫിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് തങ്ങി നിൽക്കും. അതായത് ഞാൻ എന്തിനാണ് ഇത്രയും നെഗറ്റീവായിട്ട് ആലോചിക്കണം, അല്ലെങ്കിൽ ഞാൻ മൊത്തം നെഗറ്റീവായിട്ടാണല്ലോ ആലോചിക്കണം എന്നുള്ളത്. ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയും, ഇനി അഥവാ ഇത് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കി വായിക്കാനും പറ്റിയൊരു സംഭവമാണ്. റാൻഡം ആയിട്ടുള്ള കോട്ട്സോ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി നമ്മളോട് പറയാനുള്ള കാര്യങ്ങളോ അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഇതേപോലെ നോട്ട്ബുക്കിൽ പോയിൻ്റായിട്ട് എഴുതുക. ഇതേപോലെ ഡിസൈൻ ചെയ്ത് വലുതായിട്ട് എഴുതണം എന്നൊന്നുമില്ല. ഞാൻ പറയാറുള്ള പോലെ എപ്പോഴും ഒരു പോയിൻ്റായിട്ട് നമ്മൾ സാധാ നോട്ട്സ് എഴുതുന്ന പോലെ എഴുതിയാലും ഒരു കുഴപ്പമില്ല. ബേസിക്കലി നമുക്ക് എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് ഫീൽ വേണം. അതായത് ശരിയാണ്, നമ്മളിപ്പോൾ എന്തിനാണ് നെഗറ്റീവായിട്ട് ആലോചിക്കണം, ഇത്രയും കാര്യങ്ങൾ ഞാൻ ആലോചിക്കണം. ആ രീതിയിലൊക്കെ ചെയ്യാനുള്ളൊരു പേജാണ് ഈ പോസിറ്റിവിറ്റി പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, പിക്ചേഴ്സൊക്കെ വരച്ചിട്ടും ഇതേപോലെയൊക്കെ. അടുത്തത് ഡെയിലി റുട്ടീൻ പേജ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരും അല്ലെങ്കിൽ കടിൽ ഡയറീസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എനിക്കൊരു റുട്ടീൻ ഇല്ലാത്ത ആളാണെന്ന്. അതായത് ഞാൻ പല സമയത്ത് എഴുന്നേക്കും, പല സമയത്ത് കഴിക്കും, ആ രീതിയിലൊക്കെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. പക്ഷേ ഞാൻ പണ്ടുപോലെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നന്നാവാന്ന് തീരുമാനിക്കുന്ന ആ ഒരു സമയം ഉണ്ടാവില്ല. ആ ഒരു ടൈമിൽ ഞാൻ ബുക്ക് എടുക്കും. ഡെയിലി റുട്ടീൻ, അതായത് മോർണിംഗ് റുട്ടീൻ, നൈറ്റ് റുട്ടീൻ, വീക്ക്ലി റുട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല്ല് തേക്കുന്നത് മുതൽ രാത്രി കിടന്ന് ഉറങ്ങണ കാര്യം വരെ കംപ്ലീറ്റ് ആയിട്ട് എഴുതി വെക്കുക. അതായത് ഇത് ചെയ്യണം, അത് ചെയ്യണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാത്തതുകൊണ്ട് എഴുതി വെക്കുന്നൊന്നും അല്ല. പക്ഷെ എന്നാലും നമ്മളിതൊക്കെ എഴുതി വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ഒരു റുട്ടീൻ ഒരു ദിവസം ഫോളോ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് ഫീൽ തോന്നും. ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചു, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മനസ്സുഖം ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ മാത്രമൊന്നുമല്ല, പലരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളത് പുറത്ത് പറഞ്ഞ് നടക്കാറില്ല. അങ്ങനെ ഒരു റുട്ടീൻ ഫോളോ ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ആയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ബലത്തിൽ ഒരാഴ്ചയിലെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നടക്കും. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാം. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചിട്ട് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് പേജിനെ പറ്റി എടുത്ത് പറയാനൊന്നുമില്ലല്ലോ. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ താങ്ക്ഫുൾ ആവുക. അതാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പേജിൽ നമുക്ക് വേണമെങ്കിൽ കുറേ രീതിയിൽ ചെയ്യാൻ പറ്റും. അതായത് ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ പറ്റും, മന്ത്ലി ചെയ്യാൻ പറ്റും, വീക്ക്ലി ചെയ്യാൻ പറ്റും, അങ്ങനെ പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ അങ്ങനെ ഡെയിലി എപ്പോഴൊന്നും ചെയ്യുന്ന ആളൊന്നുമല്ല. എനിക്ക് എന്തെങ്കിലും നല്ല നല്ല അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ടൈമിലാണ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാറുള്ളത്. ഇതേപോലെ തന്നെ വലിയ പേജിലോ അല്ലെങ്കിൽ വലിയ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കണം എന്നൊന്നും നിർബന്ധമില്ല. നമ്മളിപ്പോൾ ചെറിയൊരു സ്റ്റിക്കി നോട്ടോ എന്തെങ്കിലും കുഞ്ഞു പീസ് പേപ്പർ ആണെങ്കിലും എടുത്തിട്ട് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ്, അതായത് എന്താണോ നിങ്ങൾക്കുള്ളത് അത്, അങ്ങനെ ഐ ആം ഗ്രേറ്റ്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൊടുക്കുന്നത് ഒരു നല്ലൊരു പ്രാക്ടീസാണ്. കാരണം നമുക്ക് കിട്ടുന്ന നന്മകൾക്ക് നമ്മൾ തിരിച്ച് ചെയ്യുന്നൊരു നന്മ എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാൻ പറ്റും. ഞാൻ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ബോക്സ് ഇട്ടിട്ട് ഞാൻ എന്തിനാണോ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഈ ചെറിയ ചെറിയ സ്പേസിൽ കുറച്ച് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള പോലത്തെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. സ്റ്റിക്കേഴ്സൊക്കെ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നത് കണ്ടിട്ട് ഇതൊന്നും ഇല്ലയെന്നൊന്നും ആരും വിചാരിക്കേണ്ട. അങ്ങനെ നമ്മൾ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയമായിട്ട് ഉണ്ടാക്കുക. ഇതന്നെയാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളതും. ഞാൻ പണ്ടുപോലെ അത് തന്നെയാണ് ഫോളോ ചെയ്യാറുള്ളത്. നമ്മുടെ കയ്യിൽ ഒരു സാധനം ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വേറെ കുറച്ച് ഇൻസ്പോസ് ചെയ്ത് നോക്കാനായിട്ടുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്തായാലും നല്ലൊരു ഐഡിയ ആണ്, ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് ഡൂഡ്ലിംഗ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൂഡ്ലിങ്ങിൻ്റെ ബേസിക് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി വരയ്ക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഭംഗി നോക്കി വരയ്ക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ വരയ്ക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്താ പറയുക, സ്വന്തമായിട്ട് വരയ്ക്കാനുള്ള കഴിവൊന്നും ഇല്ല എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലവിടെ നിന്ന് നോക്കി വരയ്ക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് വരച്ചിട്ട് താഴെ ഒരു കോട്ടൊക്കെ എഴുതി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേജ് കംപ്ലീറ്റ് ഇതേപോലെ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഇതൊക്കെയാണ് വേറെ കുറച്ച് ഐഡിയാസ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡൂഡ്ലിംഗ് എന്ന് പറയാൻ പറ്റില്ല,
എന്നാലും കുറച്ച് ഡ്രോയിങ് ഐഡിയാസ്. അടുത്തത് തിങ്സ് ടു സ്റ്റോപ്പ് പേജ്. ഈ പേര് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ തന്നെ ഇട്ട പേരാണ്. വേറൊന്നുമല്ല, നമ്മുടെ ലൈഫിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്താൽ ശരിയാവില്ല, അത് നിർത്തണം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പോയിൻ്റ് ചെയ്ത് എഴുതാം. എനിക്കെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യണം, പിന്നെ പ്രൊക്രാസ്റ്റിനേഷൻ, ലേസിനെസ്, പിന്നെ ഞാൻ നല്ലൊരു പീപ്പിൾ പ്ലീസറാണ്, അത്, പിന്നെ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നുള്ള കാര്യങ്ങൾ, ഇതേപോലെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എന്താ പറയുക, ഒന്നും ആലോചിക്കാണ്ട് അങ്ങനെ ചടപടേന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ ബുക്ക് നോക്കിയിട്ട് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ നിർത്തണം എന്ന് എഴുതിയത്, ഇതിലിപ്പോൾ ഞാൻ എന്തൊക്കെ നിർത്തി, അല്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാൻ പറ്റും. ഇതിപ്പോൾ ഈ പദസൂര്യനൊക്കെ വരയ്ക്കില്ലേ പണ്ട് മലയാളത്തിലൊക്കെ, അതേപോലെ ഞാൻ വരച്ചത്. അതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഇതേപോലെ സിമ്പിളായിട്ട് പോയിൻ്റായിട്ട് എഴുതിയാലും കുഴപ്പമില്ല. അടുത്തത് ജേർണലിംഗ്. ജേർണലിങ്ങിനെ പറ്റി അധികം പറയാനൊന്നുമില്ലല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരം ചെയ്തതും ഒരു തരത്തിലുള്ള ജേർണലിംഗ് തന്നെയാണ്. ജേർണലിങ്ങിൻ്റെ വീഡിയോസ് കിട്ടുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ചോദിക്കും എന്താണ് ഈ ജേർണലിംഗ് എന്ന്. ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തോട്ട് എടുത്തൊന്ന് റിലാക്സ് ചെയ്യാനുള്ളൊരു വേ ആണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഇതേപോലെ പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന പരിപാടി ആവണമെന്നൊന്നുമില്ല, നമുക്കുള്ള തോന്നലുകൾ എഴുതാം. ഇപ്പം ഇത്രയും നേരം നമ്മൾ ചെയ്തില്ലേ, അതൊക്കെ ഒരു തരത്തിലുള്ള ജേർണലിംഗ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരത്തിലുള്ള ജേർണലിംഗ് ആണ്, അതായത് സ്ക്രാപ്പ് ബുക്കിംഗ് പോലത്തെ, അതായത് പേപ്പറൊക്കെ വെട്ടി ഒട്ടിക്കുക അങ്ങനെയൊക്കെ. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇതേപോലെ ക്രാഫ്റ്റ് പോലെ ചെയ്യാനുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേപ്പറൊക്കെ എടുത്ത് വെട്ടി ഒട്ടിച്ച് ഇതേപോലെ ഡിസൈനൊക്കെ ചെയ്തെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് കുറച്ച് റിലാക്സ് ആവും. അപ്പോൾ നമ്മുടെ പ്രിഫറൻസ് എന്താണോ അതിനനുസരിച്ച് വേണം നമ്മൾ ജേർണലിംഗ് ചെയ്യാനായിട്ട്. ഇപ്പോൾ എനിക്ക് പേഴ്സണലി പണ്ടൊന്നും ഇങ്ങനെ പേപ്പർ വെട്ടി ഒട്ടിക്കുന്ന പരിപാടി അധികം അങ്ങോട്ട് ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പേപ്പറൊക്കെ വെട്ടി ലാസ്റ്റ് ഇങ്ങനെ ഡിസൈനൊക്കെ കാണുമ്പോൾ ഓ കൊള്ളാലോ, നമ്മൾ ചെയ്തതാണല്ലോ ഇത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീൽ വരും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജേർണലിംഗ് ചെയ്യണത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജേർണലിംഗ് ചെയ്യാൻ അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻസ്പോസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ പിൻട്രസ്റ്റ് എന്നൊക്കെ നോക്കിയിട്ട് നല്ല നല്ല ഡിസൈൻസ് ഒക്കെ സെലക്ട് ചെയ്ത് അത് കോപ്പി ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് കുറച്ച് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് തന്നെ പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ വരും. അതായത് ഒരു 10 കാര്യം നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ 11ാമത്തെ ഒരു കാര്യം ഈ 10 കൂടെ ഇൻസ്പിറേഷൻ കിട്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ അല്ലേ പറഞ്ഞത്? അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വേറെ കുറച്ച് ഈസി ആയിട്ടുള്ള ജേർണലിംഗ് ഐഡിയാസ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ ഒരു ലെറ്റർ പേജാണ്. സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ ടൈം 1 മണിയായിരുന്നു, ഇന്ന് പുലർച്ചെ 1 മണിയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈമിൽ ഞാൻ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ പറയട്ടെ, വേറെ ആർക്കുള്ള ലെറ്റർ അല്ല, നമുക്ക് സ്വയം നമ്മൾ തന്നെ എഴുതുന്ന ഒരു ലെറ്ററാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ എഴുതി വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും ഒരു സങ്കടവും പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് നമ്മളെപ്പറ്റി എന്താണോ പറയാനുള്ളത്, അതായത് നമ്മളിപ്പോൾ വേറൊരാളെ അഡ്രസ്സ് ചെയ്ത് എഴുതില്ലേ, അതേപോലെ നമ്മളെ തന്നെ അഡ്രസ്സ് ചെയ്ത് എഴുതാം. ഇപ്പോൾ ഞാനിവിടെ ചെയ്തത് ആദ്യം ഒരു ഹാർട്ട് വരച്ചിട്ട് അതിനകത്താണ് ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല, സിമ്പിളായിട്ട് നോർമൽ ലെറ്റർ നമുക്ക് നമ്മൾ തന്നെ എഴുതാം, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വേറെ കുറച്ച് ഇൻസ്പിറേഷൻ. കുറച്ച് എൻവലോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ലെറ്റർ ഇട്ട് വയ്ക്കാം. അടുത്തത് മന്ത്ലി സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആ ഒരു മന്തിനെ പറ്റിയിട്ട് ഒരു പേജ് ചെയ്യാം. അതാണ് ഈ മന്ത്ലി സ്പ്രെഡ്സ് എന്ന് പറയുന്നത്. അതായത് ബുള്ളറ്റ് ജേർണലിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബുള്ളറ്റ് ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹാബിറ്റ് ട്രാക്കിങ്ങും ഫ്രണ്ട് പേജും അങ്ങനെ കുറേ ട്രാക്കേഴ്സും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ എന്താ പറയുക ബുള്ളറ്റ് ജേർണലിംഗ്. പക്ഷെ നമ്മൾ മന്ത്ലി സ്പ്രെഡ് എന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പേജ് മാത്രം ചെയ്യുക. ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് തന്നെ, ഡിസംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ആണല്ലോ, അപ്പോൾ ഞാൻ ഒരു ക്രിസ്മസ് തീമിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ തന്നെ ജാനുവരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ ഇയർ തീമിൽ ചെയ്യാൻ പറ്റും. ഫെബ്രുവരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാലന്റൈൻ മന്ത് ആണല്ലോ, അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ ഒരു മന്തിനോട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ പിൻട്രസ്റ്റ് നിന്ന് നോക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. ഞാൻ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം പിൻട്രസ്റ്റ് തന്നെ നോക്കാറുള്ളത്. കാരണം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സ്വന്തമായിട്ട് ഭയങ്കരമായിട്ട് ആലോചിച്ച് കണ്ടുപിടിക്കാനുള്ള ബുദ്ധി വളരെ കുറവാണ്. പക്ഷേ എനിക്ക് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം കഴിവുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പിൻട്രസ്റ്റ് നിന്ന് ഓരോ ഐഡിയാസ് നോക്കിയിട്ട് അത് എൻ്റേതായ രീതിയിലൊക്കെയാണ് ചെയ്യാറുള്ളത്. അത് ഹൈലി ഞാൻ എൻകറേജ് ചെയ്യും. കാരണം നമുക്കത് ചെയ്യാൻ കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് ഓഫ് ചെയ്ത് നിൽക്കണേനേക്കാളും നല്ലത് ഇതേപോലെ ഓരോ ഇൻസ്പോസ് ഒക്കെ എടുത്തിട്ട് അത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഐഡിയാസ്. അപ്പോൾ ഇതേപോലെ തന്നെ വേറെ കുറച്ച് മന്തിൻ്റെ ഐഡിയാസാണ് ഇതൊക്കെ. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് അല്ല സെപ്റ്റംബർ. അടുത്തത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേജാണ് റെസിപ്പി പേജ്. അതായത് എല്ലാവർക്കും ആ ഒരു റെസിപ്പി ഉണ്ടാവും. അതായത് നമുക്ക് സങ്കടം വന്നാലും ദേഷ്യം വന്നാലും ചിരി വന്നാലും ഒക്കെ ഉണ്ടാക്കി തിന്നുന്ന ഒരു സാധനം. എനിക്ക് അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മക്ക് കേക്കാണ്. ഞാൻ പണ്ടൊരിക്കൽ ഈവനിങ് റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഇട്ട സമയത്ത് ഞാനും മക്ക് കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റെസിപ്പി പറയുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനത് കുറേ വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതായത്
എന്താ പറയുക, ഞാൻ ഒരു ദിവസം 2 തവണ വരെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സാധനമാണ് ഈ മഗ് കേക്ക്. പക്ഷേ ഇപ്പോഴും പറയാനാണെങ്കിൽ എനിക്ക് അതിൻ്റെ റെസിപ്പി അറിയില്ല. എൻ്റെ ഏറ്റവും വലിയ നല്ലതാണോ ഫോൾട്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരു സാധനം 10,000 തവണ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാലും അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് കാണാതെ എനിക്ക് അറിയേയില്ല. എനിക്ക് റെസിപ്പി അപ്പം നോക്കി ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ ആലോചിച്ച് വെച്ച് ഇന്നതാണെന്ന് പറയാനായിട്ട് എനിക്ക് കിട്ടാറില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് കുക്ക് ബുക്ക് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചല്ലോ, അപ്പോൾ അതിലുള്ള റെസിപ്പി അങ്ങനെ നോക്കി എഴുതുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇത്രയും പറഞ്ഞു വന്ന സ്ഥിതിക്ക് ഞാൻ പറയാം, ഈ ഒരു മഗ് കേക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി സാധനമാണ്. രാജ്ശ്രീ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ പണ്ടൊരു 3 മഗ് കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ ഡെക്കാഡൻ ചോക്ലേറ്റ് മഗ് കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു റെസിപ്പിയാണ് ഞാൻ പണ്ട് പോലെ ട്രൈ ചെയ്തത്. എനിക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് അമ്മയായിരുന്നു ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടെ ആയിരുന്നു ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പ്രത്യേകിച്ച് ഒരു പണിയില്ല. നമ്മൾ ആകെ ഒരു മഗ് എടുത്തിട്ട് ഇത്രയും സാധനങ്ങൾ ഇൻഗ്രീഡിയൻറ്റ് ഇടുക, മിക്സ് ചെയ്യുക, മൈക്രോവേവിൽ 2 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ മൈക്രോവേവ് ഓവനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം തന്നെ സമയം 1:30 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോയും കൂടെ സൈഡ് ബൈ സൈഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ കുറച്ച് പണിയെടുത്ത് 2:30 ആയപ്പോഴാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ റുട്ടീൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ആകെ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-15ഓളം പേജസൊക്കെ ആയിരുന്നു ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം എനിക്കിത് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത വീഡിയോയുടെ പാർട്ട് 2 എന്നല്ല, ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് 2 വേണോ വേണ്ടേന്ന് പറയാം. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയോ ഇല്ലേന്ന് പറയാം. എനിക്കെന്തായാലും ഇത് ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല സന്തോഷം, ഒരു പുളകമൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയാനായിട്ട് മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ അറിയാലോ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, വീഡിയോ കാണുന്നതിൽ ഏകദേശം ഒരു 90-95% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ബൈ ഗൈസ്.